ന്യൂസ് മലയാളം ഇമ്പാക്ട് സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് 220 അധ്യാപകർക്കാണ് കേട്ടറ്റ് യോഗ്യത മാനദണ്ഡ പ്രകാരം സ്ഥാനക്കയറ്റം നൽകിയത്. ന്യൂസ് മലയാളമാണ് സ്ഥാനക്കയറ്റം ലഭിക്കാതെ അധ്യാപകർ പ്രതിസന്ധി നേരിടുന്ന വാർത്ത പുറത്തുവിട്ടത്. ഹാൻസ് ചേരുന്നു. ഹാൻസ്, പറയൂ വിശദാംശങ്ങൾ. ശ്യാമിലി, ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയാണ് അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകാതെ വിദ്യാഭ്യാസ വകുപ്പ് ബുദ്ധിമുട്ടിക്കുന്നു. അതിനേക്കാൾ ഉപരി 750-ലധികം സ്കൂളുകൾ, അത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള സ്കൂളുകളിൽ പ്രധാന അധ്യാപകരില്ല. ഒപ്പം തന്നെ ഈ അധ്യാപകർക്ക് ആർക്കും തന്നെ ഈ വിദ്യാഭ്യാസ ഓഫീസർമാർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായി സ്ഥാനക്കയറ്റം നൽകാതെ വിദ്യാഭ്യാസ വകുപ്പ് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ആ സമയത്ത് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള എൻ ഷംസുദ്ദീൻ കാലക്രമേണ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. 220 അധ്യാപകർക്കാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രധാന അധ്യാപകരുടെ തസ്തികകളിലേക്കും അതിനോടൊപ്പം തന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുമാണ് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ സുപ്രീം കോടതി വിധി പ്രകാരം ഈ കേട്ടറ്റ് യോഗ്യത മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. 2028 ഓഗസ്റ്റ് 31-ാം തീയതിക്കുള്ളിൽ കേട്ടറ്റ് യോഗ്യത നേടാത്തവരെ മാതൃവകുപ്പിലേക്ക് തിരിച്ചയക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈസ്കൂൾ ടീച്ചർമാരായിട്ടുള്ള അധ്യാപകർക്ക് ഇത്തരത്തിൽ ഈ സ്ഥാനക്കയറ്റം നൽകി ഉത്തരവിറക്കിയിരിക്കുന്നത്. ശ്യാമലി, ശരി, ഹാൻസ് വിവരങ്ങൾ നൽകിയത്.